പ്രശംസകളും ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ സത്യനാരായണനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ദൈവമേ കാത്തോളണേ. പ്രിയമുള്ളവർ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അതിസമർത്ഥരായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു പി സത്യനാരായണൻ. സത്യൻ വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ദിവസമാണ്. സത്യൻ ഓർമ്മിക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത ആ ദിവസം. സ്കൂളിന്റെ കോമ്പൗണ്ടിൽ എന്റെ അമ്മയാണ് സത്യനെ കള്ളനല്ല മാഷേ. എന്താ ഭാഷ ഇത്? ഒരു 7ാം ക്ലാസ്സുകാരന് സംഭവിച്ച ചെറിയ അബദ്ധമായി അവഗണിച്ച് കളയാമായിരുന്ന തെറ്റിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയത് അന്നത്തെ ഹെഡ് മാഷായിരുന്ന പൊതുവാൾ മാഷിന്റെ ഒറ്റ വാശിയായിരുന്നു. എന്നാൽ സ്വന്തം ചാരത്തിൽ നിന്നും ഉയർന്നു പറക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീ സത്യനാരായണനെ പൂനന്തുരത്തിന്റെ ആദരം നൽകുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്റെ ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തേ. ഇവന്റെ പേര് ശാന്തൻ. എന്നെ ഇവിടെ ഇങ്ങനെ ആദരിക്കാനുള്ള നിലയിലെത്തിച്ചത് ഇയാളുടെ കൈകളാണ്. മറക്കില്ല ഞാൻ ഇയാളെ. ഒരു 10 രൂപീസ് ഷെയർ ഇടാൻ തരുമോ? ഇല്ലില്ല. ഗോപിമാഷിന്റെ വാക്കുകൾ കേട്ടപ്പോ 1000 ഓർമ്മകളാണ് എന്റെ മനസ്സിലേക്ക് അലയടിച്ചെത്തിയത്. പൊതുവാൾ മാഷ് സമ്മാനിച്ച കണ്ണീരാണ് എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ മാറ്റുകൂട്ടിയതെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. പെൻഷനായപ്പോ ഇവിടുന്ന് താമസം മാറിപ്പോയ പൊതുവാൾ മാഷിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, നമ്മളുടെയൊക്കെ പൊതുവാൾ മാഷ് അല്ല, എന്റെ പൊതുവാൾ മാഷ് ഇവിടെ വന്നിരുന്നെങ്കിലെന്ന്. ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കള്ളക്കൊയിലിനെ ആരും ഫീനിക്സ് പക്ഷി എന്ന് വിളിക്കാറില്ല. നിന്നെ പോലത്തെ ഒരു പെരുന്നുണൻ ആരുടെ സത്യം എന്ന് പേരിട്ടത്? പക്ഷേ നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. താനൊക്കെ എപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കല്ലേ? കഷ്ടം. പറയട്ടെ ഗോപി മാഷെ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. എവിടെ നാടാണ് എം പി എടുത്തത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഈ യൂണിവേഴ്സിറ്റി കോളേജ്. ഏത് യൂണിവേഴ്സിറ്റിയുടെ? അത് മഹാരാജാസ്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയില്ലല്ലോ. ഈ ഞാൻ ഉദ്ദേശിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലേ, അതാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MBA പരീക്ഷയിൽ നിനക്ക് 1ാം റാങ്ക് കിട്ടി അല്ലേ? 1ാം റാങ്ക് മാറി ഇപ്പൊ 2ാം റാങ്ക്. ഇതല്ല, ഇത് വി ഫോർ വിക്ടറി. അപ്പൊ ഇതാരാ? ഗാന്ധി യൂണിവേഴ്സിറ്റി MBA 1ാം റാങ്ക് കെ കൃഷ്ണകുമാറിനാ. ആണോ? ചിലപ്പോ 2 1/2 റാങ്ക് ഉണ്ടാവും. പൊട്ടിക്കും. നട്ടാൽ മുളക്കാത്ത സൈസ് നുണയാൻ പറയുന്നത്. ഈ തുരുത്തിലേക്കുള്ള മുഴുവൻ പത്രത്തിന്റെയും ഒരു പേജ് സ്വന്തം ഫോട്ടോയും വാർത്തയും വെച്ച് ഇവൻ തന്നെ അച്ചടിപ്പിച്ചതാ. ഇവനൊരു MBA പരീക്ഷയെങ്കിലും എഴുതിയും തെളിയിച്ച ഞാൻ തല മൊട്ടയടിച്ച് പുള്ളിയും കുത്തി കഴുതപ്പുറത്ത് കിടക്കും. എന്തല്ലേ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വാല് മുറിഞ്ഞ് നാടുവിട്ട എന്നെ ഒരു MBA-കാരനായിട്ട് മരിക്കുന്നതിന് മുമ്പ് കാണണം എന്നുള്ള അച്ഛന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നുണയുടെ മാലപ്പടക്കത്തിന് തീ പിടിക്കുമ്പോൾ 1 2 ഒക്കെ പൊട്ടാതെ ചീറ്റി പോയേക്കാം. പക്ഷെ അതിലെ വെടിമരുന്നുണ്ട്, ഒരിക്കലും വീര്യം കുറയില്ല. അന്നത്തെ ആ MBA നുണ പാളിപ്പോയെങ്കിലും MBA-കാർക്ക് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കൊടുക്കുന്ന പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലറാണ് ഞാനിപ്പോ. പ്യൂൺ, ആരാ വന്നേക്കുന്നത് നോക്കൂ. എവിടാ നിന്റെ ആശാൻ? അണ്ണാ സർട്ടിഫിക്കറ്റ് റെഡിയായാ? അണ്ണോയ് വൈസ് ചാൻസലർ ഒപ്പിടാൻ പോണേ ഉള്ളൂ.
എന്താണിത്, പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ കമ്പിവേലി? ഹൗ പിടിച്ചു. ഇനി പോലീസ് പിടിക്കേണ്ട നോക്കിക്കോണേ. ഇന്ന് കണിയണ്ടവൻ എന്നും കാണണേ. അണ്ണാ ആ ഒരു 500 രൂപ. ഇന്നലെ അല്ലടാ നീ ഒരു 100 രൂപ ചോദിച്ചത്? എന്നിട്ട് തന്നില്ലല്ലോ. ചോദിക്കുമ്പോ തരാം. ഞാൻ എന്താ നോട്ട് അടിക്കുന്ന മെഷീനാ? നീ ഒരു ചായ അടിച്ച് നല്ല വൃത്തിയിലടിക്കട്ടാ. തുപ്പിട്ട് തരും ഞാൻ. തുപ്പിട്ടല്ല, കപ്പിലിട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. ഹലോ. ആ സ്പീക്കിംഗ്. പ്രശാന്താ? ഏത് പ്രശാന്ത്? ആ അഞ്ജലിയുടെ ഫ്രണ്ടാ? ആ യാ, ഞാൻ ഓർക്കുന്നു. ടെൽ മീ. അയ്യോ വേണ്ട, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്ക. അല്ലല്ല, ഞാൻ 2 മണി വരെ ബിസിയാണ്. ഓക്കെ, ആ അതെ ആണോ? അല്ലല്ല, ഓക്കെ ശരി. എടാ അൻ്റെപ്പാ, ആ അഞ്ജലിയുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരണമെന്ന്, ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ. അണ്ണന് വേറെ പണിയൊന്നുമില്ല. കുറെ നാളല്ല വാണാല് പോലത്തെ പെണ്ണിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് പോവാൻ പറയണ. അഞ്ജലി അവളുടെ ഉടുക്കത്തൊരു ജാടെ. അണ്ണം വിചാരിച്ചതല്ല ബെസ്റ്റാം ക്ലാസ് പെമ്പിളേരെ കിട്ടും നാട്ടില്. എന്റെ പുറകെ തന്നെ എത്തണം. അത് കിട്ടും, പക്ഷെ അഞ്ജലി കിട്ടില്ലല്ലോ. അവൾ എന്റെയാടാ. എത്രയോ ജന്മങ്ങളായിട്ട് അവൾ എന്റേതായിരുന്നു എന്നൊരു തോന്നൽ. എന്നാ പിന്നെ ചെയ്തോട്. എടാ, കള്ള സർട്ടിഫിക്കറ്റും വ്യാജസീലും ഉണ്ടാക്കാനല്ല അവർ വരുന്നത്. പിന്നെ എന്തോ റെക്കമെൻഡേഷനാ. ഞാൻ ഇതിന്റെ മേളിലുള്ള ആ ഒമേഗ കൺസൾട്ടൻസിയുടെ മാനേജർ ഒന്ന് പറയുകയും ചെയ്തു. അത്രയുള്ള ചുമ്മാ ഫേസ് ചെയ്യണ്ട. മൊട്ടണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ത്? അല്ല, മൊട്ടത്തിലെ മാനേജർ എന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ന് പൊക്കുന്നു പൊക്കല്ലേ? പിന്നെ എടാ, എന്താ എന്റെ പേര്? അല്ലടാ, അഞ്ജലിയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന പേരെന്താ? നരേന്ദ്രൻ എന്നാണോ നരൻ എന്നാണോ? ഒന്ന് വേഗം നോക്കണം. അഞ്ജലി നരൻ. ആ ഓക്കെ, നീ ചായ കുടിച്ചു? അണ്ണൻ ചായ കുടിക്കണ്ടേ? ആ കുടിച്ചോടാ, മാസിലങ്ങോട്ട് പോകട്ടെ. വെറുതെ തുപ്പുണ്ടായിരുന്നു. ചേട്ടാ അവിടെ ചായ അല്ലേ? മാറുന്ന പ്രശ്നമില്ല. ഒരു 10 മിനിറ്റ് സീറ്റ് മാറില്ല. ഇല്ല, മാറണ്ട. എന്താ തന്നെ കാണിക്കണേ? ഞാൻ 3-4 ദിവസം കഷ്ടപ്പെട്ട് ഡൽഹിക്ക് ഉണ്ടാക്കി വെച്ച റിപ്പോർട്ടായത്. ഓക്കെ, എന്താ ഇതിന്റെ കളറ്? ചുമല. ഓ ചുമല്ല. കോട്ട് സൂട്ട് ഇട്ടിരുന്നിട്ട് ചുമല്ല. അപ്പൊ ഇതിന്റെ കളറോ? അത് വെള്ള. വെള്ള. അപ്പൊ ഇതോ? നീല. നീല. ചുമല കണ്ട പച്ച, പച്ച കണ്ട നീല, ഓറഞ്ച് കണ്ട സബർജില്ലേ? സാറൊന്നും ഇങ്ങോട്ട് മാറും മൊട്ട സാർ? ഇല്ല ഇല്ല. അപ്പൊ ഞാനെന്നാ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാം. എന്ത് സത്യം? അല്ല, സാറിന് പച്ച മഞ്ഞ നീലം തിരിച്ചറിയുന്നില്ല എന്നുള്ള സത്യം. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള സാറിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് വ്യാജമാണെന്നുള്ള സത്യം. അതുണ്ടാക്കി തന്നെ ഞാനാണെന്നുള്ള സത്യം. ചതി, വഞ്ചന, വ്യാജരേഖ, കോടതി, അതിന് പറഞ്ഞ കോമ്പൻസേഷൻ, ഇരുമ്പഴി, ഗോതമ്പുട്ട, അങ്ങനെ സത്യം പറ. നിനക്ക് എന്താ വേണ്ടത്? മനസ്സിലാകണ ഭാഷ പറ. സത്യ വായ മൂക്ക് പൊത്തി പിടിച്ചിട്ട് മനസ്സിലാവേണ്ട ഭാഷയിൽ പറ. ഈ സത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ശരി, എന്താ വേണ്ടത് നീ പറ. സാറിന്റെ ഈ കോട്ടും ടൈയും മാനേജറായിട്ട് കറങ്ങും നീ കസേര. ഓക്കെ. ഹലോ, നിന്റെ ആൾക്കാരാ? വരാൻ പറയൂ. നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി. ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ. May I come in, sir? Yes, come in. No more explanation. Don't ever come in front of me with such lame excuses. You understand? Please. You are supposed to finish this job before the deadline. If we are not succeeding in it, you will not enter the premises of this office. Did you get me? Hey man, did you get me? Yes, sir. Hey, yes, sir. What, sir? You bullshit. Your grandpa's manga will go to hell. I am the boss of this office. What are you doing, man? You get lost. Oh God, this man is making me crazy, you know? Oh, sorry, guys. വീട്ടിലെ കറവക്കാരന്റെ മോന് ജോലി കൊടുത്തതാണ്. എന്ത് ചെയ്യാൻ? Now he's making me mad, guys. Oh my God. Sorry. Then tell me, what can I do for you? എന്താ സർ കോട്ടുണ്ടായി ഒരു കോറിഡോറിൽ നിൽക്കുന്നത്? അകത്ത് ഭയങ്കര ചൂട്. പിന്നെ സുനിതയ്ക്ക് ഓറഞ്ച് ചുരിദാർ നന്നായിട്ട് ചേരണം. സത്യം. ഇനി പച്ചയായിരിക്കും. ലക്ഷ്മി, the actual problem is ഒരു റെക്കമെൻഡേഷനും സ്വീകരിക്കാത്ത ഒരു കമ്പനിയാണ് ഈ ബാനർജി അസോസിയേറ്റ്സ്. നരന്റെ കൺസൾട്ടൻസിക്ക് അവരുമായി നല്ല ബന്ധമുള്ള സ്ഥിതിക്ക് വെൽ, ഞാൻ പ്രഷറൈസ് ചെയ്താൽ ഒരു പക്ഷെ പ്രശാന്തിനെ കമ്പനി ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം. ബട്ട് വൈ ഷുഡ് ഐ റെക്കമെൻഡ് യു? എനിക്ക് പ്രശാന്തിനെ ശരിക്കും അറിയ പോലുമില്ല. ഞങ്ങൾ അഞ്ജലിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണ്. ബട്ട് അഞ്ജലിനോടൊന്നും വിളിച്ച് പറഞ്ഞില്ല. അത് അവൾക്ക് ചെറിയൊരു യു മീൻ ചമ്മൽ? ഫോർ വാട്ട്? സി, ഞാൻ ബേസിക്കലി ധനികനാണെങ്കിലും ഒരു സാധാരണക്കാരനാണ്. സാർ ടീ. യാ പ്ലീസ്, ദിസ് ബോയ് ഈസ് ഓൾസോ മൈ ഫ്രണ്ട്. സാറിന്റെ നല്ല മനസ്സുകൊണ്ട് അമ്മൂമ്മയുടെ ചെവി ഓപ്പറേഷൻ നന്നായിട്ട് നടന്നിട്ട് സാറേ. സാറാണ് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത്. ചാരിറ്റി ഈസ് അവർ ഡ്യൂട്ടി, യു നോ. ഇപ്പൊ നമുക്ക് നന്നായിട്ട് കാണാട്ടെ സാറേ. അല്ല, ഓപ്പറേഷൻ ചെവിക്കായിരുന്നില്ലേ?
ചെവി ഉണ്ടെങ്കിലല്ലേ കണ്ണട വെക്കാൻ പറ്റൂ. ലൈക്ക് യു. ദാറ്റ്സ് നൈസ്. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ലിവ് ഇറ്റ്. സാറേ ഇന്നായിരുന്നു ഡിസ്ചാർജ്. ഓ, ഒരു 1000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല ഡിസ്ചാർജിനെ. 1000. ഓഫ് കോഴ്സ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. I'll give you the money. You know, because of too much money for Karunya. $1,000. അല്ലാണ്ടപ്പാ, see, 1000 കൊണ്ട് നിനക്ക് എന്താവാനാ? ക്യാഷ്യറോട് 25,000 വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് വാങ്ങിച്ചോളൂ. ബാക്കി നിന്റെ അമ്മൂമ്മയ്ക്ക് മുറുക്കാനൊക്കെ വാങ്ങിച്ചു കൊടുക്കൂ. എന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ള. താങ്ക് യു സാർ. ഓ, ഞാൻ പ്രാർത്ഥിക്കാട്ടാ. താങ്ക് യു poor neighbor boy. Oh God, sorry friends. എന്തായാലും അഞ്ജലിയോടെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയൂ. ലെറ്റ് മീ സീ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഹായ് അഞ്ജലി, എന്താ നിന്റെ ഡിസിഷൻ? ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞല്ലോ. ഒന്നാമത്തെ ആൾ എൻ്റെ പുറകെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ഫേവർ ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലീസ് അഞ്ജലി, സംഗതി ഏറ്റാ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഏറ്റില്ലെങ്കിലോ? മോളെ നീ ഒന്ന് വിളിക്കേ. ചേച്ചി പ്ലീസ്. ഞാനല്ലേ പറയണേ, വിളിക്കേ. ഹായ് അഞ്ജലി. യാ ഫൈൻ ഫൈൻ. യാ അവർ വന്നിരുന്നു. ഈ ബാനർജി അസോസിയേഷൻ്റെ ഉടമ സുനിൽ ഷെഡ്ഡി, അല്ല സുനിൽ ബാനർജി എൻ്റെ ഒരു ഫ്രണ്ടാണ്. നല്ല പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആളെൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആളിപ്പോൾ കുറച്ച് ലൂസാ. നോ 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 ഞാൻ പിഴിഞ്ഞെടുക്കും. ഐ മീൻ ശരിയാക്കി എടുക്കും. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാണ് നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പുള്ളി കേൾക്കാതെ ഞങ്ങൾ വിളിക്കുന്നതേ അകത്തളത്തിൽ ആശ എന്നാണ്. അത് അഞ്ജലി ഫോണിൽ കൂടി പറഞ്ഞ അഞ്ജലിക്ക് മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. റൈറ്റ് നൗ ഐ എം സോ ബിസി. അലക്കി തീർന്നിട്ടില്ല. അപ്പോൾ സോറി, ഞാൻ അലക്ക് കമ്പനിയായിട്ടുള്ള ഒരു ബിസിനസ് ഡീൽ, ഐ മീൻ ഡിറ്റർജന്റ് കമ്പനിയായിട്ടുള്ള ബിസിനസ് ഡീലിൽ. ഓക്കെ, അപ്പൊ നമ്മൾ നാളെ നേരിട്ട് കാണുന്നു. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോളൂ. ലെറ്റ്സ് എൻജോയ്. ഓക്കെ, എടാ എന്റെപ്പാ ഇതെന്താ? ഇത് തന്നെയാണോ ഏത് സമയത്തും ടൈം പാസ്? എടാ ഇത് നോക്കിയേ, ഇതിനകത്തെ വലിയ വലിയ പുളികണ്ടന്മാരുടെ ഫോട്ടോസാ. അയ്യേ, ഇതാണ് ഞാൻ വിചാരിച്ച മറ്റേ പുസ്തകം. ഏത് നേരത്താടാ നിന്നേക്കാ? എന്താണ്? എടാ പാവപ്പെട്ടവരുടെടാ വർഷാവർഷം 10,000-20,000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പടാണ്. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, പിന്നെ സെൽഫി എടുക്കുന്നത്, അങ്ങനെ കുറെ ഫോട്ടോസ് മാച്ച് ചെയ്യും. കണ്ട ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത പോലെ തോന്നുന്നു. ഒരു മിനിറ്റ്, ഇപ്പൊ എടാ ഒന്ന് വന്നടാ. ഈ ബോൾ ഒന്ന് പിടിച്ചാ. സോറി, ഈ ബാറ്റ് ഒന്ന് പിടിച്ചു. ആഹാ, ഇതിൽ ഇങ്ങനെ ഇരിക്കല്ലേ? ഇതാണ് നിങ്ങൾ പറഞ്ഞ ബാനർജി അസോസിയേറ്റ്സിന്റെ MD സുനിൽ ബാനർജി. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ബട്ട് ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓ മൈ ഗോഡ്, ഇത് ഏത് വിശേഷാണത്? ഇത് പറയൂ, ആരാ ഇത്? ആനന്ദ് വർമ്മ. ആനന്ദ് വർമ്മ. യു നോ ഹിം? ആരാത്? ശരിക്കും ശരിക്കും ഒന്ന് പറഞ്ഞേ. അറിയോ? ഫാഷൻ ഫീൽഡുമായിട്ട് അസോസിയേറ്റഡ് ആർക്കാണ് ആനന്ദ് വർമ്മയെ അറിയാത്തത്? You said it, Angel. Exactly. ഫാഷൻ വേൾഡിന്റെ കിങ്ങും ക്വീനും അല്ലേ വർമ്മ സാറും വൈഫ് ദേവിക വർമ്മയും? Oh my God, you know everything about him. King and Queen. Exactly. നേരിട്ടറിയോ? നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. Oh God. ഒരിക്കലും ഇവള് വർമ്മ ഡിസൈൻസ് കണ്ടക്ട് ചെയ്ത റാം സെലക്ഷന്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയതാ. Really? Unfortunately, she didn't do well. അതോടെ ഇവളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. അങ്ങനെയാണ് ഇവള് മോഡലിംഗ് ഒക്കെ വിട്ട് IT ഫീൽഡിലേക്ക് മാറിയത്. ഓ മനോഹർ. അഞ്ജു 5 മിനിറ്റ്. Hey man, are you alive? എന്റെ പന്നി ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. എടാ ഉച്ചക്ക് ചോറിനെന്തടാ? ചാളക്കറി? No way. It's impossible. Do what I say, man. Okay, see you soon.
അതൊക്കെ ഈ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? ഓ അതൊക്കെ കണ്ടു അല്ലേ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലെന്ന് പറഞ്ഞ് മാറിയുന്ന ദേ ഫീൽ ഇൻസൾട്ട് അല്ലേ? ഫോട്ടോസ് ഇതും അങ്ങനെ എടുത്തതാണോ? യെസ്. Oh my goodness. Oh my god. മാഡം തുസൈഡ്സ് വാക്സ് മ്യൂസിയം, ലണ്ടൻ. കേട്ടിട്ടില്ലേ? ആക്ച്വലി ഇത് ഗാന്ധിജിയുടെ മെഴുക് പ്രതിമയാണ്. ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോ അവര് നിർബന്ധിച്ചെടുപ്പിച്ചാണ്. എന്നാലും ഒരു തെറ്റിദ്ധരിച്ചു. Leave it. നമുക്ക് പ്രശാന്തന്റെ മാറ്ററിലേക്ക് വരാം. പ്രശാന്തിന് നാളെ ഇന്റർവ്യൂ? അതെ. ഓക്കെ. നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ ദാ ഇവിടെ ഒരു കറുത്ത ബാഡ്ജ് ധരിച്ചേക്കും. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ ചോദിക്കും ഇതെന്തിനാ ധരിച്ചെന്ന്. അപ്പൊ പ്രശാന്ത് പറയണം എന്റെ ക്ലോസ് ഫ്രണ്ടായ സത്യൻ മരിച്ചുപോയെന്ന്. ഓക്കെ, പേടിക്കണ്ട, അതൊരു കോഡാണ്. നമ്മുടെ ആളായിരിക്കും ചോദിക്കുക. ഞാൻ അയാളായിട്ടാണ് ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്. 100% ഉറപ്പ് ഞാൻ പറയുന്നില്ല, എങ്കിലും യുവർ ചാൻസ് വിൽ ബി വെരി ഹൈ. താങ്ക്സ് നാരായൺ. യെസ്, ഇറ്റ്സ് ഓക്കെ. ഒരു താങ്ക്സ് ഇവിടുന്ന് പറഞ്ഞില്ല. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം.